കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് മീനഭരണി മഹോത്സവം. കുംഭമാസത്തിലെ ഭരണി നക്ഷത്രത്തിലെ കൊടിയേറ്റം മുതൽ ഒരു മാസക്കാലമാണ് ഈ മഹോത്സവം. ഉത്സവം ആരംഭിക്കുന്നത് കോഴിക്കല്ല് മൂടൽ എന്ന ആചാരത്തോടെയാണ്. പണ്ടുകാലത്ത് കോഴികളെ ബലിയർപ്പിക്കുമായിരുന്നു. കാളീദേവിയെയും പരിവാരങ്ങളെയും പ്രീതിപ്പെടുത്തുന്നതിനുള്ള ചടങ്ങുകൂടിയാണിത്. ശ്രീഭദ്രകാളി ദാരികനുമായി അംഗം കുറിക്കുന്ന ചടങ്ങുകൂടിയാണിത്. രേവതി നാളിലാണ് കാളി ദാരിക യുദ്ധത്തിലെ യുദ്ധവിജയം അറിയിച്ചുകൊണ്ട് രേവതി വിളക്ക് തെളിയിക്കുന്നത്. അശ്വതി നാളിൽ തൃച്ചന്ദന ചാർത്തിനു ശേഷം കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ നിലപാടുതറയിൽ ഉപവിഷ്ടനായി കാവുനീണ്ടലിനുള്ള അനുമതി നൽകുന്നു. വടക്കൻ ദേശങ്ങളിൽ നിന്നും വ്രതമെടുത്തും നോമ്പുനോറ്റുമെത്തുന്ന ഭക്തജനങ്ങളും ചുവപ്പുടുത്ത് വാളേന്തി ഉറഞ്ഞു തുള്ളുന്ന കോമരങ്ങളും ക്ഷേത്രത്തെ 3 തവണ വലം വെച്ച് ഉള്ളിൽ പ്രവേശിക്കുന്നു. ദേവിക്ക് നേരെ മണികെട്ടിയ മുളന്തണ്ടുകളടിച്ച് പ്രത്യേക ഭാഷയിൽ പാട്ടുകൾ പാടുന്നതാണ് ഭരണിപ്പാട്ട്. ദാരികനെ വധിച്ചെത്തിയ ആദിപരാശക്തിയുടെ കോപം ശമിപ്പിക്കാനാണിത് പാടുന്നതെന്നും അല്ല, ഭർത്താവ് നഷ്ടപ്പെട്ട് മധുരാനഗരം ദഹിപ്പിച്ച കണ്ണകിയെ സാന്ത്വനിപ്പിക്കാനാണിതെന്നും പറയപ്പെടുന്നു.